ഓസ്ട്രേലിയയിലെ ക്ലൈമറ്റ് ഇന്നലെയും ഇന്നുമായിട്ട് നല്ല രസമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ബാൽക്കണിയിൽ നിന്നുള്ളൊരു വ്യൂ ആണ്. ലെഫ്റ്റ് സൈഡിലോട്ട് നോക്കിയാൽ ഇതേപോലെ ഗ്രൗണ്ടും കുറേ മരങ്ങളും ചെടികളും ഒക്കെ ഇതേപോലെ കാണാമേ. രാവിലെ എണീച്ച് കഴിയുമ്പോൾ ഇത് കാണുമ്പോൾ കിട്ടുന്ന ഒരു പോസിറ്റിവിറ്റി ഉണ്ടല്ലോ, നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇത് നമ്മൾ നടുക്കൂടെ നോക്കുമ്പോൾ കാണുന്നൊരു കാഴ്ചയാണ്. ഇതേപോലെ റോഡ്, നമ്മുടെ റൈറ്റ് സൈഡിലോട്ട് നോക്കിയാലും ഇതേപോലെ സുന്ദരമായ കാഴ്ച കാണാമേ. 2025 ബിഗിനിങ്ങിൽ എടുത്തൊരു തീരുമാനമാണ് ഓരോ മാസം ഓരോ ബുക്കെങ്കിലും വായിച്ച് തീർക്കണം എന്നുള്ളത്. അങ്ങനെ ഇപ്പോൾ വായിച്ചു തീർത്തൊരു ബുക്കാണ് ഇത്. സ്ത്രീകൾക്ക് സ്ട്രെസ് വന്നു കഴിഞ്ഞാൽ അവർക്കിത് ആരോടെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ഒരു സമാധാനം കാണത്തില്ല. പക്ഷേ ഓൺ ദി അതർ ഹാൻഡ് മെന്നിന് അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. അവരവരുടെ ആ ഒരു കേവിനകത്ത് മാത്രം ഇരുന്നാൽ മതി. ഈ പെൺകുട്ടികളുടെ പ്രശ്നങ്ങളൊന്നും ഫിക്സ് ആയിട്ടില്ലെങ്കിൽ പോലും ഇവർ പറയുന്നത് ആരെങ്കിലും ഒന്ന് കേട്ടാൽ മതി. പക്ഷെങ്കിൽ മെന്നിന് അങ്ങനെയല്ല. ദേ ഓഫർ സൊല്യൂഷൻസ്. മെൻ ഫീൽ മോട്ടിവേറ്റഡ് വെൻ ദേ ആർ ട്രസ്റ്റഡ് ആൻഡ് നീഡഡ്. പക്ഷെ നമ്മൾ മോട്ടിവേറ്റഡ് ആവണമെങ്കിൽ നമ്മളെ റെസ്പെക്റ്റ് ചെയ്യുന്നിടത്ത്, അല്ലെങ്കിൽ നമ്മളെ വാല്യൂ ചെയ്യുന്നിടത്ത് മാത്രമേ നമുക്കൊരു സന്തോഷവും മോട്ടിവേഷനും ഒക്കെ തോന്നത്തുള്ളൂ എന്നാണ് ഈ ബുക്ക് അവകാശപ്പെടുന്നത് കേട്ടോ. എത്ര ശരിയാതല്ലേ?